ഇന്നിപ്പോ കുറേയധികം ഈ പറയുന്ന കുറെ സംഘ ഹാൻഡിലുകൾ വലിയ ആഘോഷം ഉണ്ടാക്കുന്നുണ്ട്. മറ്റു ചില നൂറുകണക്കിന് ഹാൻഡിലുകൾ ഏതെങ്കിലും രാഷ്ട്രീയമുള്ളവരല്ല, സാധാരണക്കാരാണ്, സ്ത്രീകളാണ്. ഇതല്ലാതെ മറ്റൊരു വിധി പ്രതീക്ഷിച്ചിരുന്നോ എന്ന മട്ടിൽ നമ്മൾ കണ്ടു. ശ്രീ പ്രശാന്ത് പത്മനാഭൻ, ജസ്റ്റിസ് ഷുഡ് നോട്ട് ഓൺലി ബി ഡൺ ബട്ട് ഷുഡ് മാനിഫെസ്റ്റ്ലി ആൻഡ് അൺഡൗട്ട്ഫുള്ളി സീൻ ടു ബി ഡൺ എന്ന ലോർഡ് ഹവാർഡ്സിന്റെ ഉദ്ധരണി നിയമപ്രമാണം പോലെ സ്വീകരിക്കപ്പെട്ടതാണ്. ബാക്കിയൊക്കെ പോട്ടെ, നീതി നടപ്പാക്കി എന്ന തോന്നൽ ഈ രാത്രി അങ്ങേക്കുണ്ടോ ശ്രീ പ്രശാന്ത് പത്മനാഭൻ? ഒട്ടുമില്ല. കാരണം നിയമരംഗത്തുള്ളവർ ഒരുപാട് പേര്, സാധാരണക്കാരായിട്ടുള്ളവർ, പിന്നെ സിനിമാ രംഗത്തുള്ള സ്ത്രീകൾ, ഈ കാര്യങ്ങൾ കേട്ടവരൊക്കെ ന്യായത്തിൻ്റെ പക്ഷത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ നിയമപരമായിട്ട് തെളിവുകളുടെ അഭാവത്തിൽ ആണെങ്കിലും എന്താണ് റീസൺ എന്നുള്ളത് സെഷൻസ് കോടതിയുടെ ജഡ്ജ്മെൻറ്റ് റിലീസായിട്ടില്ല. പക്ഷേ ഈ അക്വിറ്റ് ചെയ്തത് വളരെ തെറ്റായ ഒരു നടപടിയായിപ്പോയി എന്നാണ് പ്രഥമദൃഷ്ട്യാ തോന്നുന്നത്. കാരണം തെളിവുകൾ ആവശ്യത്തിൽ അധികം, ഈ കോൺസ്പിറസി എന്ന് പറയുന്നത് ഡയറക്റ്റ് എവിഡൻസ് കിട്ടാൻ വലിയ പ്രയാസമുള്ള കാര്യമാണ്. പക്ഷേ എന്നിട്ട് കൂടി ഈ കേസിനകത്തെ സാഹചര്യം കൂടാതെ ഡോക്യുമെൻ്ററി എവിഡൻസ്, ചില കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ നടി അവർ അതിജീവിതയെ ആക്രമിച്ച ആ ദിവസം തന്നെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് എന്നോട് ഇത് ചെയ്യുന്നത്? നിങ്ങൾക്ക് അപ്പം പണത്തിന് വേണ്ടിയാണെങ്കിൽ ഞാൻ പണം തരാം എന്ന് ആ പാവം സ്ത്രീ പറയുമ്പോൾ, ഇല്ല ഞങ്ങൾക്കത് മേടിച്ചിട്ട് ഇത് ഒഴിവാക്കാൻ പറ്റില്ല, എനിക്കിത് ചെയ്തിട്ടേ പോകാൻ പറ്റൂ എന്ന് ഈ പൾസർ സുനി പറയുകയാണ്, അക്യൂസ്ഡ് 1. അപ്പോൾ ഇതിൻ്റെ പുറകിൽ ഒരു ഗൂഢാലോചന ഉണ്ടെന്നുള്ളത് വ്യക്തമാണ്. ഈ കാര്യങ്ങൾ അതിജീവിത കോടതിയിൽ വന്ന് മൊഴിയായിട്ട് പറയുമ്പോൾ അവരെ അവിശ്വസിക്കുകയാണോ കോടതി ചെയ്യുന്നത്? കോടതി അവരെ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് ഈ വിധി പറയാൻ കഴിഞ്ഞത്? ഇത് കുറ്റം നടന്നിട്ടുണ്ടെന്നും കുറ്റത്തിൽ പങ്കെടുത്തവരെ ശിക്ഷിച്ചുകൊണ്ടുള്ള ഒരു വിധി എഴുതാൻ കഴിഞ്ഞല്ലോ. അങ്ങനെ എഴുതാൻ കഴിയുമ്പോൾ ഇത് ഒരു സാധാരണ റേപ്പ് അല്ല, ഇത് ഒരു പണിഷ്മെൻ്റ് എന്നുള്ള രീതിയിൽ, ഒരു റിവെഞ്ച് എന്നുള്ള രീതിയിൽ ഒരു റേപ്പ് നടക്കാറുണ്ട്. ഈ വാർ ക്രൈംസ് ഒക്കെ നടക്കുമ്പോൾ സാധാരണഗതി നടക്കാറുണ്ട്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ടോർച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് റേപ്പ് ചെയ്യുന്നു. അങ്ങനെ ചെയ്തതാണെന്നും റേപ്പ് ചെയ്യുന്നത് റെക്കോർഡ് ചെയ്തിട്ട് ആ റെക്കോർഡ് ചെയ്ത ഇത് 8ാം നമ്പർ പ്രതിക്ക് അയച്ചു കൊടുക്കുന്നു എന്നുള്ളതാണല്ലോ കേസ്. ഈ കേസിനകത്ത് നടിയുടെ മൊഴിയെ അവിശ്വസിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രാഥമികമായിട്ടുള്ളത്. കാരണം സുപ്രീം കോടതിയുടെ വിധികളുണ്ട്. ഇതിനകത്ത് എത്ര നമ്പർ ആളുകൾ വന്നു എന്നുള്ളതല്ല, തെളിവ് കൊടുക്കാൻ എത്ര പേര് വന്നു എന്നുള്ളതിനേക്കാൾ പ്രാധാന്യം ആ തെളിവിൻ്റെ ബലമാണ്. അതിൽ സർവൈവറായിട്ടുള്ള ആൾ വന്നിട്ട് പറയുകയാണ്, എനിക്കിങ്ങനെയൊരു ബുദ്ധിമുട്ടുണ്ടായി, ഇങ്ങനെയൊരു സംഭവം ഉണ്ടായി എന്ന് അവർ വന്ന് പറയുമ്പോൾ ആ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് അതിനെ ഉൾക്കൊള്ളാൻ കഴിയണ്ടേ? അവിടെ ഇരിക്കുന്ന ജഡ്ജിക്ക് അത് ഉൾക്കൊള്ളാനും അത് സെൻസിറ്റീവായിട്ട് അതിനെ ആ രീതിയിൽ എടുക്കാനും ഇതിൻ്റെ ഗൂഢാലോചനയ്ക്ക് പിന്നിലുള്ളത് ആരാണ് എന്ന് കണ്ടെത്താനുമുള്ള ഒരു ബാധ്യതയുണ്ട്. അവിടെ അത് പരാജയപ്പെട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്, ഇവിടെ എന്ത് എവിഡൻസിൻ്റെ കുറവാണ് ഉണ്ടായിരുന്നത്? ഡോക്യുമെൻ്ററി എവിഡൻസ് എന്ന് പറയുന്നത് മൊബൈലിൽ നിന്ന് ഫോണുകൾ വരുന്നത് ഈ പൾസർ സുനി ആദ്യം വിളിക്കുന്ന നാദിർഷായെയും അപ്പുണ്ണിയാണ്. നാദിർഷ എന്ന് പറയുന്നത് ദിലീപിൻ്റെ ഡ്രൈവർ, അപ്പുണ്ണി എന്ന് പറയുന്നത് ഫ്രണ്ട്. അത് ഒന്നാമത്തേത്. പിന്നെ അക്യൂസ് നമ്പർ 10 ആയിട്ടുള്ള ആള് അദ്ദേഹം മാപ്പ് സാക്ഷിയായിട്ടുള്ള ആളുകൾ ഈ അയാളുടെ മൊബൈലിൽ നിന്ന് കള്ളമായിട്ട് തെളിവുണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്തു എന്ന് പറയുന്നു. ഈ കാര്യങ്ങളെല്ലാം കോടതിയുടെ സമക്ഷം വന്നിട്ട് എങ്ങനെയാണ് കോടതി ഈ തെളിവുകളെ അവഗണിച്ചത്, അല്ലെങ്കിൽ തെളിവുകൾ ഉണ്ടായിട്ടും അത് പരിഗണിക്കാതിരുന്നത് എന്നുള്ളത് ആ വിധിന്യായം കണ്ടാലേ അറിയാൻ പറ്റൂ. പക്ഷേ ഇപ്പോഴത് കണ്ടിട്ട് ഇങ്ങനെ ഇത്രയധികം തെളിവുകൾ ഉണ്ടായിട്ട്, ഒന്നാമത് ഓറൽ എവിഡൻസ് ഉണ്ട്, വിക്ടിമിൻ്റെ സർവൈവർ ഇവർ എക്സ്പെക്റ്റ് ചെയ്യാതിരുന്നൊരു കാര്യം, ഇത് ഗൂഢാലോചന നടത്തിയവർ ഒരിക്കലും പ്രതീക്ഷിക്കാതിരുന്നൊരു കാര്യം, ഇത്ര ധൈര്യമായിട്ട് ശക്തമായിട്ട് ആ സ്ത്രീ മുന്നോട്ട് വരുമെന്നും സ്വന്തം ഐഡൻറ്റിറ്റി റിവീൽ ചെയ്തുകൊണ്ട് സ്വയം മുന്നോട്ട് വന്നിട്ട് എനിക്കിങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി എന്ന് വിളിച്ചു പറയാനും ധൈര്യം കാണിച്ചു. അപ്പം നേരത്തെ WCC മെമ്പർ പറഞ്ഞത് ആ ഒരു വ്യൂവിനോട് ഞാനൊരു പോസിറ്റീവായിട്ട് പ്രതികരിക്കാൻ ശ്രമിക്കുക. അതായത് ശുഭാപ്തി വിശ്വാസം വേണം. നമുക്കിത് അവസാനത്തെ കോടതിയല്ല. ഈ തെളിവുകളൊന്നും അവഗണിച്ചുകൊണ്ടൊരു വിധി എഴുതി കഴിഞ്ഞാൽ അത് പെർവേഴ്സ് ആയിട്ടുള്ള ജഡ്ജ്മെൻ്റ് എന്നേ പറയാൻ പറ്റൂ. സുപ്രീം കോടതി വിധികളുണ്ട്, ഇൻ്റർനാഷണൽ കൺവെൻഷൻസ് ഉണ്ട്, സെൻസിറ്റീവായിട്ട് എടുക്കണം. റേപ്പ് കേസുകളിൽ ആ വിക്ടിമിന് ഒരു സുരക്ഷ തോന്നണം. ഈ ക്രോസ് വിസ്താരം നടത്തേണ്ടത് അത് എപ്പോഴും അക്യൂസിന് മാത്രം ഗുണം കിട്ടുന്ന രീതിയിലല്ല. ഇങ്ങനെയുള്ള കേസുകളിൽ വളരെ വലിയൊരു പീഡനം അനുഭവിച്ച ഒരു സ്ത്രീ അവിടെ ബുദ്ധിമുട്ടി വന്ന് നിൽക്കുമ്പോൾ ഇൻ ക്യാമറ പ്രൊസീഡിംഗ് എന്ന് പറയുമ്പോൾ അവിടെ പലരെയും ആ കോടതിയിൽ കൂടി നിൽക്കാൻ അനുവദിക്കുകയും ആ വിചാരണ നടത്തുന്ന രീതിയിൽ അവർ വീണ്ടും അതിൽ ടോർച്ചർ ചെയ്യപ്പെടുക പോലെ തോന്നുകയാണെന്ന് വിചാരിക്കുക. ഇതാരാ പറയുന്നത്? ഈ പറയുന്നത് ഇത് നേരിട്ട് ആ സ്ത്രീ തന്നെയാണ് പറയുന്നത്, അതിജീവിത തന്നെ പറയുകയാണ്. അവർ TV യിൽ വന്നിരുന്ന ബർഖാദത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, അതിൽ പറയുന്നുണ്ട്. ഇവിടെ ഈ ഓരോ സന്ദർഭങ്ങളിൽ
കോടതിയിൽ പിന്നെ താങ്കൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഹയർ കോടതികളിലേക്ക് പോവുകയാണ്. എനിക്ക് കോടതിയിൽ നിന്നുള്ള വേണ്ട ഒരു പരിഗണന കിട്ടുന്നില്ലെന്ന് പറയുകയാണ്. ഇതൊക്കെ സത്യമല്ലേ? ഈ കാര്യങ്ങൾ കൊണ്ടാണ് പറയുന്നത് ഈ കോടതി വിധി പെർവേഴ്സ് ആണെന്ന്. അപ്പം ഇപ്പോഴത്തന്നെ പറയേണ്ടി വരും. കാരണം വിധി ന്യായങ്ങൾ എന്ത് തന്നെ ആയിരുന്നാലും ഉള്ള തെളിവുകൾ എങ്ങനെയാണ് ഈ തെളിവുകൾ അവഗണിക്കാൻ കഴിയുന്നത്? തെളിവുകൾ കോടതിയുടെ സമക്ഷം വന്നു കഴിഞ്ഞാൽ അതിനെപ്പറ്റി ഒരു പരിഗണന കൊടുക്കാതെ ഈ തെളിവുകളെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് എങ്ങനെയാണ് ഈ മുമ്പിൽ ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് നിന്നവർ മാത്രം? ഇതിൽ മനസ്സിലാക്കേണ്ട അക്യൂസ് നമ്പർ 2 to 6 അവർക്ക് ഇവരെ നേരത്തെ പരിചയം പോലും ഇല്ല, പരിചയമില്ല, ആദ്യമായിട്ട് കാണുകയാണ് ഈ സ്ത്രീയെ. അപ്പം എന്തുകൊണ്ടാണ് ഇവർ വെറുതെ വന്നിട്ട് റേപ്പ് ചെയ്യുകയാണോ? അത് ഗൂഢാലോചന ഉണ്ട്, അതിനകത്ത് കൃത്യമായിട്ടുള്ള ഗൂഢാലോചന ഉണ്ടെന്നും അതിൻ്റെ പിന്നിലൊരു പദ്ധതി ഉണ്ടെന്നുള്ളത് എവിഡൻ്റ് അല്ലേ? ആ കാര്യങ്ങളൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് അതിനെ ഒന്നും കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ടാണ് വിധി വന്നിരിക്കുന്നതെങ്കിൽ അത് എത്ര തന്നെ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനകത്തുള്ള എവിഡൻഷ്യറി വാല്യൂ എടുക്കാതെയാണെങ്കിൽ ഹയർ കോടതിയിലേക്ക് പോയി കഴിഞ്ഞാൽ റിവേഴ്സ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതിനപ്പുറത്തേക്ക് നമ്മൾ ഇപ്പം ഇന്ത്യയിലെ ഒരു ഇതനുസരിച്ചിട്ട് ഈ നമ്മൾ വിധി ന്യായത്തെ ക്രിട്ടിസൈസ് ചെയ്യാം, പക്ഷേ എഴുതിയ ജഡ്ജിയെ പറ്റി ഒന്നും പേഴ്സണലായിട്ട് പറയാൻ പാടില്ല. അതുകൊണ്ട് വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കുക. താങ്കൾ നേരത്തെ പറഞ്ഞപ്പോഴും എനിക്ക് രാം ജഠ്മലാനിയുടെ ഒരു പുസ്തകത്തിൻ്റെ ടൈറ്റിലാണ് ഓർമ്മ വന്നത്, ബിഗ് ഈഗോസ് സ്മോൾ മെൻ. അപ്പോൾ സ്മോൾ വിമൻ എന്ന് പറയാം. ആ സ്ഥാനത്തിരിക്കുന്നവർക്ക് എന്തോ താൻ വലിയൊരു ആളാണെന്ന് തോന്നല്. കണ്ടംപ്റ്റ് ഒക്കെ ഉപയോഗിക്കാൻ അറിയാം. ജഡ്ജ്മെന്റ് എഴുതാൻ അറിയാമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ആ ജഡ്ജ്മെന്റ് കാണുമ്പോൾ അറിയാം. പക്ഷെ കണ്ടംപ്റ്റ് പവർ ഒക്കെ നമ്മളിപ്പോഴും കോടതിയെ വിശ്വസിക്കുന്നു, ന്യായാധിപയെ വിശ്വസിക്കുന്നു. കാര്യം നമുക്ക് ആത്യന്തികമായി അതാണ് നമ്മൾ പഠിച്ചത്, ന്യായാസനത്തെ വിശ്വസിക്കാനാണ്. അതിൽ അങ്ങനെ തന്നെ വരട്ടെ, വിധി ന്യായം വരട്ടെ, മേൽക്കോടതിയിലേക്ക് പോട്ടെ. മേൽക്കോടതിയിൽ ഉണ്ടല്ലോ, കോടതിയാണല്ലോ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.